വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി നടത്തിയ ബോച്ചെ യാചകയാത്രയടക്കമുള്ള സംഭവങ്ങൾ സിനിമയാക്കുമെന്ന് വ്യവസായി ബോബി ചെമ്മണ്ണൂർ. ഇതിനായി സംവിധായകൻ ബ്ലസ്സിയുമായി ചർച്ച നടത്തിയതായി അദ്ദേഹം പറഞ്ഞു. സിനിമയിലൂടെ ലഭിക്കുന്ന ലാഭം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്നവരുടെ ബാലറ്റുകൾ ക്യാരി ബാഗുകളിലും തുറന്ന സഞ്ചികളിലും കൊണ്ടുപോകുന്നതിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് തിരുവനന്തപുരം കമ്മീഷന് പരാതി നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സത്യസന്ധവും സുതാര്യവുമായി നടക്കേണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെടാതിരിക്കാൻ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്നവരുടെ ബാലറ്റുകൾ സീൽ ചെയ്ത പെട്ടികളിലാണ് സൂക്ഷിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരായ സമൂഹ മാധ്യമ പോസ്റ്റുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്യുന്നെന്ന ആരോപണവുമായി കോൺഗ്രസ്. EVM, ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയവയെ വിമർശിക്കുന്ന പോസ്റ്ററുകളാണ് നീക്കം ചെയ്തത്. എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ സർക്കാർ എല്ലാ മാർഗ്ഗങ്ങളും തേടുന്നെന്നും കോൺഗ്രസ് ആരോപിച്ചു. സമൂഹ മാധ്യമമായ എക്സ് നിരോധിച്ച പാകിസ്ഥാൻ. രാജ്യസുരക്ഷ സംബന്ധിച്ച ആശങ്ക കണക്കിലെടുത്താണ് താൽക്കാലിക നിരോധനമെന്ന് പാക് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. എക്സിന് നിരോധനമുള്ളതായി അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും പാകിസ്ഥാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇപ്പോഴാണ്.